മുത്തുമണികളെ എന്താ പാട് നമ്മളിന്നത്തെ വൈബർക്ക് മാഷാ അല്ലാ കൊല്ലും മാഷാ അല്ലാ. ഈ അടുത്ത ഭാഗത്തുള്ള വീട്ടിലിട്ട് അന്നത്തെ വൈബർക്ക് നമുക്ക് ഈ വീട്ടിൽ ഈ വട വൈറ്റ് കളറുള്ള ഇന്നത്തെ വൈബർക്ക് ഈ വീട്ടിലാട്ടോ. ശരിക്കും കണ്ടാളി വീട് മാഷാ അല്ലാ അടിപൊളി വൈബാട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഓപ്പോസിറ്റ് എടുത്താൽ വിമാനം ഇറങ്ങണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തി കാണാം. പിന്നെ നമ്മൾ ഇന്നത്തെ വൈബർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് വർക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ആ വർക്കുകളൊക്കെ നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ ജനവാതിൽ വെഞ്ചനേറ്റർ, അതേപോലെ ഉൾഭാഗത്ത് ലിവിങ്ങിലൊരു 4 ജനവാതിലുണ്ട്. ഒരു ഒറ്റക്കൊള്ളിയും 2 രണ്ടുള്ളിയും അല്ല 2 ഒറ്റക്കൊള്ളിയും 2 രണ്ടുള്ളി 2 സൈഡിൽ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും അതൊക്കെ നമ്മൾ ചെയ്യൂട്ടുന്നത്. അതൊന്നും ഈ വീട് വെച്ചാൽ ഈ പുറത്തെ ഭാഗത്തെ ജനവാതിൽ ഉള്ളിലെ ഞാൻ പറഞ്ഞ ലിവിങ്ങിലെ ജനവാതിലൊന്നും ഇന്ന് വരെ ക്ലീൻ ചെയ്തില്ല. ഇതിൽ പാർത്തിട്ട് 5-6 വർഷമായി. പക്ഷേ ടാസ്ക് വർക്കാണ്, ആരും ഇതുവരേക്കും ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ അത് സെറ്റാക്കി കൊടുത്തിന്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ കരോടിമോട് പോയി ചെയ്യണമൊക്കെ ചുറ്റുമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ചെയ്യണതും പോകുന്നതൊക്കെ ഈ വെഞ്ചാട്ടറൊക്കെ നമുക്ക് ചെയ്യാനുള്ള കേട്ടോ. അതൊക്കെ ഇത് ചെറിയൊരു വക്കുള്ളൂ, ആ വക്കത്തൂടെ നമുക്ക് പോകണം ഈ ജനവാതിൽ. പിന്നെ ഒരു സുഖം എന്താണ്, ജനാതിന്മേൽ നമ്മൾ പറ്റി പിടിച്ച് നിൽക്കണ്ട, നമുക്ക് അടിയിൽ നിന്ന് തന്നെ നമുക്ക് കൈയെത്തും. വെഞ്ചാട്ടറൊക്കെ നമുക്ക് അവിടെ നിന്ന് കൈയെത്തും കേട്ടോ. ഒരു സുഖം. പക്ഷേ നമുക്ക് പോകുന്ന ടാസ്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ വർക്കുകൾ എന്തൊക്കെയെന്ന് ഞാൻ ഫുള്ള് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബിഫോർ ആഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്കൊരു വർക്കുണ്ട്, അതേ കാര്യമായിട്ട് ഉള്ളിൽ വർക്ക് നമുക്കുള്ളൂ കേട്ടോ. അതായത് കിച്ചണിലൊരു ഹൈറ്റിൽ റാക്കുണ്ട്, അപ്പോൾ അതിന്മേൽ കണ്ടമാനം പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതൊന്നാമത് ഒരു യൂസ് ചെയ്യണില്ല. ആ സ്ഥലം പറഞ്ഞാൽ വിറകും കാര്യമൊക്കെ ഇടുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് പൊടി വന്ന ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മാഷാ അല്ലാ അടിപൊളിയാണ്. ഒരു ചളിയും പൊടിയില്ല. ഈ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുവയ്ക്കണം. ഇവിടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. കണ്ടല്ലേ, ഇതുപോലെ യൂസ് ചെയ്യണമൊന്നുമില്ല. ഓക്കെ, പൊതുവേ ഇവിടെ പുറത്തൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണിത്. വാഷിംഗ് മെഷീന് അവിടെ വിറകരുണ്ട്, ബാത്റൂമും കാര്യമൊക്കെ പുറത്തെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. സ്വാഭാവികമല്ല പൊടികളുണ്ടാവും. പിന്നെ ഒന്നാമതായിട്ടില്ലാണ്ട് ഇവിടെ ആളില്ല ചെയ്യാൻ, ഉയരത്തുള്ള വർക്കൊന്നും ചെയ്യാൻ ഇവിടെ ആൾക്കാരില്ല. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത്. നമ്മൾ മെല്ലെ ബ്രഷ് കൊണ്ട് അടിച്ചേരെ അയക്കാക്കൂട്ടോ. ഊക്കിനടിച്ചാൽ പൊടി ആകെ പോറും. എന്നിട്ട് നമ്മൾ തുടച്ചിട്ട് അതിൻ്റെ ആഫ്റ്റർ കണ്ടുകൊണ്ടേ സെറ്റാക്കി കൊടുക്കും നമ്മൾ. ഇതാ മാഷാ അല്ലാ നമ്മൾ ആഫ്റ്റർ വേറെ ലെവലാക്കി കൊടുത്തേന്. നല്ല പൊടിയൊക്കെ പോയി സെറ്റായി. ഞാൻ തലക്കല കുഞ്ഞ് റാക്കില്ല അതും ചെയ്യാനുള്ള കേട്ടോ. നമ്മളിവിടെ കയറിയപ്പം ഇവിടുത്തെ ആഫ്റ്ററിനെ എടുത്തുന്നുള്ളൂ. ഞാൻ അടുത്ത നമുക്ക് വരും. എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മിസ്റ്റേക്ക് ഒന്ന് സ്റ്റക്കായത് ഓരോ വണ്ടിയും വരും വിലക്ക. അപ്പോൾ ശരിയാവും, അടുത്ത വീഡിയോസിൽ ക്ലിയർ ആവും. ഓക്കെ, അടുത്ത വീഡിയോസാണ് അവിടെ. അടുത്ത നമുക്ക് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ ലിവിങ്ങിലുള്ള ആ ഒറ്റക്കളി ജനവാതിൽ അല്ല അതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ. ഞങ്ങൾ കോണി വെച്ചാൽ വരെ നമുക്ക് മുകളിൽ എത്തി തുറക്കാൻ കഴിയില്ല. അതാണ് ഇത്ര കാലം തുറക്കാഞ്ഞത്. അപ്പോൾ നമ്മളത് സെറ്റാക്കി കൊടുക്കും. ഐഡിയപരമായിട്ട് നീങ്ങി നമ്മൾ സെറ്റാക്കി. ഒരു കോണില്ലാതെ നമ്മൾ വലിഞ്ഞ് കയറി നമ്മൾ സെറ്റാക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്ര ഹൈറ്റുള്ള സംഗതിയാണ്. ഇതേപോലെ അങ്ങേ സൈഡിലുണ്ട് കേട്ടോ. വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തുണ്ട് ഇതേപോലെ രണ്ടും. നമ്മൾ ഓൾക്ക് മെയിനായിട്ട് അതാണ്, അതും പുറത്തെ ജനവാതിലും. അപ്പോൾ നമ്മളിന്നത്തെ വർക്ക് ഫുള്ളതേന്. അപ്പോൾ നമ്മൾ പോകാനുള്ള തീരുമാനമാണ്. അത് തുറക്കാൻ പോകണം കൊണ്ടുള്ളിട്ടോ. ടാസ്ക് പറഞ്ഞ ടാസ്ക്കാണ്, നമ്മൾ ഐഡിയപരമായിട്ട് ചെയ്യുകയാണ്. ഇത്ര കാലമായിട്ട് അത് തുറന്നില്ല. നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, കാല് വെച്ച് കട്ടൻ മെല്ലടി മാടി പൊന്തിച്ചു. അതിൻ്റെ ഒരു കയറുണ്ട്, അതിന് കയറിടണമെങ്കിൽ നമുക്ക് അതിൽ പിടുത്തം കിട്ടണം. നമ്മളോട് പാസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പിടുത്തം പുട്ടങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ അടിഭാഗം കണ്ടില്ലേ. പോയിട്ട് ഇനി ഒരു കൈ പിടിച്ചിട്ട് നമ്മൾ ആ കയറ് കട്ട പൊന്തിച്ചാണ്. പൊന്തിയോട് കട്ടനെ പൊന്തുണ്ട്. ഈ കട്ടൻ്റെ കയറ് ഏറ്റവും അടിയിലാട്ടോ. ഓൾക്ക് അടിയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നത് പൊന്തിച്ചാനും താഴ്ച്ചാനൊക്കെ ഈ കട്ടൻ. നമ്മളിനി അവിടെ കയറിയപ്പോൾ നമ്മളൊന്നും ചെയ്തെന്നുള്ളൂ. ഈ കയറിൻ്റെ ഏറ്റവും തല അടിവാത്ത പോലെ നമ്മൾ കാണിച്ചില്ല, ഫസ്റ്റ് കാണിച്ചില്ലേ ആ ലിവിങ്ങിൻ്റെ ഏറ്റവും അടിയിലാണ്. അവിടെ കുത്തിർന്ന് ഇരുന്നൊക്കെ ചെയ്യാം. നമ്മൾ ആ കുറ്റിയൊക്കെ തുറന്ന് സെറ്റാക്കും കേട്ടോ. തുറന്നല്ലേ, എല്ലാം തുറന്നിടും. ഒരു പൊടിയും ചെളിയും നമ്മളുടെ ബാക്കിയാക്കില്ല. ഈ ജനാതിലിൻ്റെയൊക്കെ ബിഫോർ ആഫ്റ്റർ ഇതിൻ്റെ ടെൻസ് അതൊക്കെ കാണാം നമുക്ക്. അത് നമ്മൾ ബിഫോർ ആഫ്റ്ററൊക്കെ എടുത്തതിന് ഇത് നമ്മൾ അവിടെ കാല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് തുറക്കും. ഇതിനൊരു കുറ്റി ഒരു ഇട്ടിട്ടുള്ളൂ, മേലത്തെ കുറ്റി മാത്രം ഇട്ടുള്ളൂ. അത് തുറന്ന് കഴിഞ്ഞാൽ അത് തുറന്ന് പിന്നെ നമ്മൾ അതിലാണ്ട് പോയാണ്ടൊക്കെ തോത്തിട്ടോ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കും. മറ്റുള്ള ജനാതികളൊക്കെ നമുക്ക് റൂമിൽ നിന്ന് തുറക്കാൻ കഴിയും.
ഇത് മാത്രം കുറച്ച് ഹൈലൈറ്റാണ്. കുറ്റി കാണുന്നില്ല. 2-3 അപ്പലൊക്കെ കപ്പി കിട്ടിയതായാലും തുറന്നിട്ട് നമ്മൾ പേക്കൂടെ പോയിട്ട് ആ കർട്ടൻ അവിടുന്ന് പൊളി തുറക്കാൻ കഴിയും. അതിനെ കർട്ടൻ പൊന്തിച്ചേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കർട്ടൻ പൊന്തിക്കഴിഞ്ഞ്. അങ്ങനെ നമ്മൾ പുറത്തെ ഭാഗത്തേക്ക് പോകട്ടോ. ജനവാതിൽ അതാണ് പോണതാ. വലിച്ചു കുത്തി ഇങ്ങനെ പോവാം. എണ്ണാങ്കോട്ടം പോണതിരി എങ്ങനെയും പോയിട്ട് അടുത്തണ്ടേ. വർക്ക് നമ്മൾ ഏറ്റെടുത്ത ഏറ്റാതിരിയൊക്കെ വരാം. ഇൻഷാ അല്ലാഹ് സെറ്റാക്കി എടുക്കും. അതിൻ്റെ ബിഫോർ ആഫ്റ്റർ കണ്ടുകൊണ്ട് ക്ലാസ് അതിലാണ്ട് പോയിട്ട് അങ്ങനെ ആ തലക്ക നമ്മൾ ചാട്ടാക്കണേ. വീടിൻ്റെ അങ്ങേ തലക്കന്ന്. പിന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലിട്ടോ മുത്തുമണികളെ. അങ്ങനെ നമ്മൾ തോത്തി കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ കുറ്റിയിടാണ്. കുറ്റിയിടുമ്പോൾ നമ്മൾ തോന്നിട്ടിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അതിൽ കംപ്ലീറ്റ് തോത്തിൽ കഴിഞ്ഞ് ഇനി നമ്മളെന്ത് ചെയ്യും, കുറ്റിയിട്ട് പോരാണ്. ആ തലക്കത്ത് ഒറ്റക്കളി ആദ്യം നമ്മൾ കുറ്റിയിടും. നമ്മൾ നേരത്തെ തുറന്നീനെ ഒക്കെ സെറ്റാക്കി ഇടൂലേ നമ്മളെ. അല്ല കിട്ടി. പിടുത്തം കിട്ടിയാൽ പിന്നെ അൽബി വിടില്ല. പിടുത്തം വിട്ടാൽ പിന്നെ നമ്മൾ പൊട്ടിച്ചേക്കും. പിടുത്തത്തിനാണല്ലോ നമ്മളെ നൃത്തം. പിടുത്തം പോയാൽ കഴിഞ്ഞില്ലേ. നമ്മൾ സേഫ്റ്റി ആണോ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ഇനിയും വെറൈറ്റി വരാണ്ട് കേട്ടോ. ഒരു നഷ്ടം ഉണ്ടല്ലോ കണ്ടുകൊണ്ടേ. ടാസ്ക് വർക്കുകൾ വരാണ്ട് ഒരുപാട്. ജീവിതത്തിൽ തോത്താത്ത ക്ലാസ്സുകൾ ഫുൾ നമ്മൾ സെറ്റാക്കി എടുക്കും. അതിൻ്റെ മുകളിൽ ചെറിയൊരു വർക്കുണ്ട്. നമ്മൾ കുറ്റിയിട്ട് അത് ചെയ്തിട്ട് ഇങ്ങനെ കുറ്റിയിട്ടാണ് പോരുട്ടോ. ചെറിയൊരു വർക്ക്. അതിൻ്റെ അടിഭാഗത്ത വർക്കൊക്കെ നമ്മൾ കഴിച്ചതാണ്. പിന്നെ ഇനി കുറ്റിയിടാൻ പോകുമ്പോൾ ചെയ്യാന്നുള്ളതൊക്കെ നിന്നേനി. അത് കഴിഞ്ഞാൽ നമ്മളതും കുറ്റിയിട്ടിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്ററും കാണിച്ചു തരും. ജനവാതിലിൻ്റെ തോത്തി സെറ്റാക്കാണ്. പിന്നെ അതാ കിടക്കണ മുത്തുമണികളെ നമ്മളെ ബിഫോർ ഇതാണ് കേട്ടോ. ഈ ജനവാതിലിൻ്റെ കൂടുന്നാണ് ക്ലിയറായിട്ട് കാണുന്നില്ല കണ്ടോ. 1-2 ജനാല നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ കൂടെ കാണിച്ചിട്ടുണ്ടല്ലോ. എന്നാലും നമ്മളെ വീഡിയോസ് കുറച്ചധികം ലെങ്ത്താണ്. മുത്തുമണിയെ ഇവിടെ കണ്ടോളിറ്റോ. കാണാതൊക്കെ ഇല്ല കണ്ടോ. അതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. ഒരുവിധം ജനാതിലൊക്കെ ഇതേപോലെ കേട്ടോ. ഞാൻ ചെയ്ത ജനാതിലൊക്കെ ഇതേപോലെ. ഞാൻ വെച്ചാൽ ചെയ്തില്ലാറില്ലേ. ഒക്കെ ഒരു ദിവസം വെച്ച സംഗതിയാണല്ലോ. അങ്ങനെ ഇതാ ആഫ്റ്റർ വെഞ്ചാട്ടറിൻ്റെ തിളക്കം. പൊള്ളിച്ചു കൊടുത്തത് അടുത്ത് 2 പോയാണ്ടല്ലോ. വിമാനം വരെ ഇറങ്ങണതാണ്. വിമാനം ഇറങ്ങണം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ വിമാനം ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. അതിൻ്റെ റോഡ് നോക്കി സൂം ചെയ്താൽ കാണും. നമ്മൾ ശരിക്കും കാണിക്കുന്നുണ്ട്. നിങ്ങൾ ബേജാറല്ലേ, തിരക്കൂട്ടല്ലേ. ഇതിലുണ്ട് മുത്തുമണികളെ. ജനാതിൽ 1-2 ജനാലൊക്കെ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഒക്കെ കാണിച്ച് കാണണം. നിങ്ങൾക്ക് പിരാന്താണ്ടല്ലോ. ഒക്കെ എഡിറ്റ് ചെയ്ത് എനിക്ക് അതിലേറെ പിരാന്തുണ്ട്. ചില്ലറായിപ്പോൾ നല്ലത് എഡിറ്റ് ചെയ്യൽ. സെറ്റാക്കിന് വേറെ ലെവലാക്കിയ മുത്തുമണികളെ. ആഫ്റ്റർ പെരക്കാരാണ്ട് തീർപ്പതിയാക്കും. അതും അതേപോലെ സ്റ്റക്കായോ ഓരോ വണ്ടിയും വലിയും. ഏതായാലും നിങ്ങൾ കാണി. അടുത്ത വീഡിയോ ഇപ്പോൾ വരും. ശരിയാവും. തട്ടി മാറ്റി പോകല്ലേ. 2 ക്ഷമയോടെ നിൽക്കി. എന്തോ ഒരു കുലുമാൽ ഒടുങ്ങിന് ഇതിനൊക്കെ. ഓലക്ക എഡിറ്റ് ചെയ്യുമ്പോൾ എന്തോ വരുന്നത് പാട്ടുകൾ. പുതിയ ആളല്ലേ, ഒക്കെ ശരിയായിക്കോളും. ഒക്കെ ശരിയാവും മുത്തുമണികളെ. ഒന്നാണ്ട് പൊയ്ക്കൂടി വെക്കാം. ഇത് കാണുന്നപോലെ അതിലേറെ പിരാന്തായിക്കാം. എപ്പോൾ തീരും. തീർന്ന് അടുത്ത നമുക്ക് വിമാനം കാണിച്ചു തരാം. തീർന്നതായാലും വലക്ക. ഇനി അതാ മേലെ സിറ്റോട്ടിൻ്റെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതാ കിടക്കണേ. അവിടെയാണ് നമുക്ക് വിമാനം ഉറങ്ങുന്ന സ്ഥലം. നമ്മളെ ലാസ്റ്റ് വർക്കൗട്ടോ. ലാസ്റ്റ് വർക്കല്ല, ഈ വിമാനം കാണിച്ചുകൂടി നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷ് ആകാൻ പോവാണ്. നേരം വൈകുന്നേരം അതിനുണ്ടല്ലേ. പോണതാ വിമാനം. അതിൻ്റെ ചിറകെ കാണുള്ളൂ. തിരിച്ചു വരും. പോണതാ വിമാനം. സൗണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല സൗണ്ട്. അപ്പോൾ നമ്മളെ ഇൻഷാല്ലാഹ് വർക്ക് തീരാൻ മുത്തുമണികൾ അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ. കണ്ടവർക്ക് എല്ലാവർക്കും ഐ ലവ് യു ടു.